ഞാൻ പണ്ട് 1992 93 എറണാകുളത്തെ ഗവൺമെൻറ് ലോ കോളേജിൽ വിദ്യാർത്ഥികളെ മുസ്ലിം വ്യക്തി നിയമം പഠിപ്പിച്ചു. ഈ വ്യക്തി നിയമത്തിലെ പല കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമുക്ക് സിവിൽ നിയമത്തിൽ പ്രാവർത്തികമായിട്ടുള്ള പല തത്വങ്ങളും മുസ്ലിം വ്യക്തി നിയമത്തിൽ അതേ രീതിയിൽ പാലിക്കണമെന്നില്ല. ഇപ്പം കരാറുകൾ, എഴുതപ്പെട്ട കരാറ് പെടുന്നില്ല, മരണപത്രം എഴുതപ്പെട്ടതായിക്കൊള്ളുന്നില്ല. അതുപോലെ വസ്തുക്കൾ ദാനം ചെയ്യുന്നതും ഇതുപോലെ എഴുതപ്പെട്ട ഒരു ഉടമ്പടി പ്രകാരമായിരിക്കണം എന്ന് നിർബന്ധമില്ല, വാക്കാലായാലും മതി. അതുപോലെ മരണപത്രം, ഇങ്ങനെ പല കാര്യങ്ങൾക്കും നിശ്ചിതമായിട്ട് എഴുതി അത് രജിസ്റ്റർ ചെയ്യണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇതങ്ങനെ പ്രാവർത്തികമാകും എന്ന് അന്ന് ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ പേര് ഞാൻ ഓർക്കുന്നുണ്ട്, ആലുവക്കാരിയാണ്, അമ്പാട്ടുകാവ് ഭാഗത്ത് നിന്ന് വന്നിരുന്ന ഫെബി മൊയ്തീൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് പ്രശ്നമില്ല, മുസ്ലിങ്ങളാണെങ്കിൽ പറഞ്ഞ വാക്ക് പാലിക്കും. അപ്പോൾ ഫെബിക്ക് സംശയം തീരുന്നില്ല. ഫെബി ചോദിച്ചു, അല്ല സാറേ പാലിച്ചില്ലെങ്കിൽ തീരും. അപ്പോൾ ഞാൻ ചോദിച്ചു, ഫെബി അതങ്ങനെയല്ല, അത് മുസ്ലിം ആണെങ്കിൽ വാക്ക് പാലിക്കും. കാരണം അതറിയാമോ? ഫെബി പറഞ്ഞു, ഇല്ല അറിയില്ല. അതറിയാൻ പാടില്ലേ? അതെന്താ വെച്ചാൽ വാക്ക് മാറിയാൽ വാപ്പ മാറും എന്നാണ്. ഫെബി കണ്ടോ ചോദിച്ചു. ഫെബി ഞെട്ടിപ്പോയി. അപ്പോൾ ഫെബിയുടെ സംശയം തീർന്നു. ഫെബിയുടെ മാത്രമല്ല, ക്ലാസ്സിലെ എല്ലാവരുടെയും സംശയം തീർന്നു. എന്തുകൊണ്ടാണ് ഇസ്ലാമിക നിയമം അനുസരിച്ച്, ശരീഅത്തനുസരിച്ച് എഴുതപ്പെട്ട കരാറ് വേണ്ട, എഴുതപ്പെട്ട മരണപത്രം വേണ്ട, എഴുതപ്പെട്ട വില്ല് വേണ്ട എന്നൊക്കെ പറയുന്നത് എന്നുള്ള ഫെബിക്ക് മാത്രമല്ല എല്ലാവർക്കും മനസ്സിലായി. ഞാനിപ്പോൾ ഇത് ഓർക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഇ ഡി കലാപമുണ്ടല്ലോ നമ്മുടെ തിരുവനന്തപുരത്ത്, പിണറായി സഖാവ് താമസിക്കുന്ന വീട്ടിൽ എൻഫോഴ്സ്മെൻറ്റുകാർ പരിശോധനയ്ക്ക് വന്നപ്പോൾ കോപാകുലരായ മാർക്സിസ്റ്റ് സഖാക്കൾ അവിടെ തടിച്ചു കൂടുകയും എൻഫോഴ്സ്മെൻറ്റുകാർ തിരിച്ചു വന്നപ്പോൾ അവരുടെ നേർക്ക് ചിലർ ദേഹോപദ്രവത്തിന് ശ്രമിക്കുകയും എൻഫോഴ്സ്മെൻറ്റുകാർ വാടകയ്ക്കെടുത്തു കൊടുത്ത ടാക്സിക്കാരന് നേരെ ചെറിയ ചില കൈക്കറികൾ ചെയ്യുകയൊക്കെ ചെയ്തത് നമുക്ക് ഓർമ്മയുണ്ട്. വലിയ ആക്രമണമൊന്നുമല്ല, മാർക്സിസ്റ്റ് പാർട്ടി ആക്രമണം നടത്തിയ ഈ രീതിയിലൊന്നുമല്ല. ഇത് ആക്രമണമാണ് എന്ന് സഖാവ് എം സ്വരാജ് ചോദിക്കുന്നത് നമ്മൾ കേട്ടു. ഇതൊന്നുമല്ല ആക്രമണം, അത് ഞാൻ അന്നേ പറഞ്ഞില്ല. ഓടിക്കൊണ്ടിരിക്കുന്ന KSRTC ബസ് തടഞ്ഞു നിർത്തിയതിൽ പെട്രോൾ ഒഴിച്ച് യാത്രക്കാരും കണ്ടക്ടറും ഡ്രൈവറും അടക്കം കത്തിക്കുന്നതാണ്. അതൊക്കെയാണ് പാർട്ടിയുടെ ചെറിയ തമാശ, ലാത്തിരി പൂത്തിരി എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ ഇത് അക്രമമൊന്നും ആയിരുന്നില്ല, ചെറിയ ചില കൈക്രിയകൾ, ഉന്തും തള്ളും എന്നൊക്കെ പറഞ്ഞ പോലെ ചില്ലറ തമാശകളൊക്കെ ഒപ്പിച്ചു. അന്ന് ഈ കാറിൻ്റെ ഉടമസ്ഥല്ല, അത് ടാക്സി കാറിൻ്റെ ഡ്രൈവർ ഉടമസ്ഥനും ഒരു CITU കാരനായിരുന്നു, പാർട്ടിക്കാരനായിരുന്നു. ശ്യാം രാജേന്ദ്രൻ അയാളുടെ പേര്. തിരുവനന്തപുരത്ത് അരിസ്റ്റോ ജംഗ്ഷനിൽ ടാക്സി ഓടിക്കുന്ന ഒരു സഖാവാണ്. സംഗതി വശാൽ പുള്ളി CITUവിൻ്റെ ആ യൂണിറ്റ് പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ വണ്ടിക്ക് കാര്യമായ തകരാറ് വെച്ച് അത് അതുമുതൽ വർക്ക്ഷോപ്പിലായിരുന്നു. ഇത് വർക്ക്ഷോപ്പിൽ പോയ സമയത്ത് സഖാവ് ഡബിൾ റഹീം, അത് പുള്ളി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുടെ ചുമതല കൂടി വഹിച്ചിരുന്ന സമയമാണ്. പിന്നീടാണ് V ജോയ് സെക്രട്ടറി സ്ഥാനത്ത് തിരിച്ചു വന്നത്. അപ്പോൾ റഹീം സഖാവ് പറഞ്ഞ ഒരു കാര്യം, ഈ ടാക്സിക്കാരൻ്റെ വണ്ടി ആ പാർട്ടി പണിയിച്ചു കൊടുക്കും, അതിൻ്റെ അറ്റകുറ്റപ്പണി ചെയ്യുന്നതിന് വേണ്ട സകല ചിലവും അധ്വാനിക്കുന്നവരുടെ പാർട്ടി, അതായത് പാവങ്ങളുടെ പാർട്ടി, അതായത് നമ്മുടെ സ്വന്തം പാർട്ടി, പിണറായി സഖാവിൻ്റെയും ഡബിൾ റഹീമിൻ്റെയും പാർട്ടി, ആ പാർട്ടി വഹിക്കും. പാർട്ടിക്ക് ഇതൊക്കെ ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതിയുണ്ട്, പാർട്ടിക്ക് ഇത് ചെയ്യാനുള്ള ഇച്ഛാശക്തിയുണ്ട്, മറ്റും പലതുമുണ്ട് എന്നാണ് പറഞ്ഞത്. വണ്ടിയുടെ പണി കഴിഞ്ഞ് ശ്യാംരാജ് പാർട്ടി ഓഫീസിൽ ചെന്ന് ചോദിച്ചപ്പോൾ എന്താ വെച്ചാൽ ഡബിൾ റഹീം മാറി, ഇപ്പോൾ സെക്രട്ടറി V ജോയിയാണ്. ആ ജോയി പറഞ്ഞത് നീ റഹീമിൻ്റെ വീട്ടിൽ പോയി ചോദിക്കുക, റഹീം പറഞ്ഞതിന് ഉത്തരവാദിത്തം റഹീമിന് മാത്രമാണ് എന്നാണ്. റഹീമിനെ കണ്ടു ചോദിക്കാൻ സമയത്ത് ഫോൺ സ്വിച്ച് ഓഫാണ്, പുള്ളി ഡൽഹിക്ക് പോയിരിക്കുകയാണ്. രാജ്യസഭയുടെ സമ്മേളനം തുടങ്ങാൻ പോകും, പാർലമെൻറ്റിൽ സാമ്രാജ്യത്വത്തിനും ഫാസിസത്തിനും അതുപോലെ മറ്റ് പല പിന്തിരിപ്പൻ സംവിധാനങ്ങൾക്കും എതിരെ ഗർജിക്കാൻ, അത് ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ ഗർജിക്കാൻ വേണ്ടി റഹീം സഖാവ് ഡൽഹിക്ക് പോയിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ ഓർമ്മ വന്നത്, വാക്ക് മാറിയ വാപ്പ മാറും എന്നുള്ളത്. ഏതായാലും പാർട്ടി പൈസ കൊടുക്കാൻ തയ്യാറില്ല, കാരണം ഇപ്പോൾ പൈസ കൊടുക്കുന്നത് പാർട്ടിക്ക് ഇതിൽ ഉത്തരവാദിത്തമുണ്ട് എന്ന എൻഫോഴ്സ്മെൻറ്റിൻ്റെ ആ തിയറിയെ ബലപ്പെടുത്തുമെന്നാണ് പാർട്ടി കിട്ടിയിട്ടുള്ള നിയമോപദേശം. ഇപ്പോൾ നിയമോപദേശത്തിനെതിരായിട്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ? അത് പറ്റില്ല. പൈസ കൊടുത്ത് ശ്യാംരാജിനെ സഹായിക്കാൻ പറ്റുമോ? അതും പറ്റുകയില്ല. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ശ്യാംരാജിൻ്റെ വണ്ടി പണിയിച്ച വകയിൽ കൊടുക്കാനുള്ള പൈസ 1,00,000-ലേറെ രൂപയാണ്. അത് എൻഫോഴ്സ്മെൻറ്റുകാർ അഡ്വാൻസ് ചെയ്യുന്ന പറഞ്ഞു. ഇൻഷുറൻസ് ചെയ്ത് കിട്ടുന്ന കാലത്ത് എൻഫോഴ്സ്മെൻറ്റുകാർക്ക് തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ സഖാവ് ശ്യാംരാജിൻ്റെ വണ്ടിയുടെ കാശ് കൊടുക്കാൻ പാർട്ടി തയ്യാറില്ല. പാർട്ടിക്ക് സ്വന്തമായിട്ടൊരു വാപ്പയില്ല എന്നുള്ളതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. റഹീമിൻ്റെ വാപ്പയ്ക്കാരും പറയില്ല, കാരണം പുള്ളി മതം വിട്ടിട്ട് ഒരുപാട് കാലം മതേതര ജീവിതം നയിക്കുന്ന ആളാണ്.
പുള്ളി നാമമാത്ര മുസ്ലിമാണ്, മുസ്ലിം നാമധാരി മാത്രമാണ്. പവന്മാർക്ക് മതേതരനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും അന്യസമുദായക്കാരിയാണ്. അപ്പോൾ റഹീം സഖാവിന് അതുകൊണ്ട് പ്രത്യേകിച്ച് പേരുദോഷമൊന്നും വരികയില്ല. പിന്നെ പുള്ളി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ പറഞ്ഞ വാക്കാണല്ലോ, അത് പുതിയ പാർട്ടി സെക്രട്ടറിയാണ് വഹിക്കേണ്ടതായിരിക്കുന്നത്. ആ ഉത്തരവാദിത്വം വി ജോയിക്കാണ്. അപ്പോൾ ജോയിക്ക് വ്യക്തിപരമായിട്ടോ റഹീമിന് രാഷ്ട്രീയമായിട്ടോ യാതൊരു ഉത്തരവാദിത്വമില്ല. വണ്ടി തകർന്നതിൻ്റെ ഉത്തരവാദിത്വം ശ്യാംരാജിന് മാത്രമാണ്. മാത്രമല്ല എൻഫോഴ്സ്മെൻറ്റുകാർക്ക് വണ്ടി വാടക കൊടുക്കുന്നതിൻ്റെ വലിയൊരു തെറ്റാണല്ലോ മാർക്സിസ്റ്റ് പീനൽ കോഡ് അനുസരിച്ച്. വണ്ടി വാടകയ്ക്ക് എടുക്കാൻ പറ്റുന്നതോട് ചോദിക്കണം, നിങ്ങൾ എൻഫോഴ്സ്മെൻറ്റുകാരാണോ, ക്രൈംബ്രാഞ്ചുകാരാണോ, CIA-കാരാണോ, NIA-കാരാണോ എന്ന് ചോദിച്ചിട്ട് വേണം അത് വാടക കൊടുക്കാൻ. വാടക കൂടിയത് തന്നെ തെറ്റാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ CITUവിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ പിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. ഏതായാലും പാർട്ടിക്ക് അത്ര കണ്ടിച്ചോരയില്ലാത്ത പാർട്ടിയല്ലല്ലോ നമ്മുടെ പാർട്ടി. അതുകൊണ്ട് ശ്യാംരാജിനെതിരെ നടപടിയൊന്നും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ കാശ് പാർട്ടി തരുന്ന പ്രശ്നമില്ല. ഈ ഫെബി മൊയ്തീനെ ഒരുപാട് കാലത്തിന് ശേഷം ഓർമ്മിക്കാനൊരു അവസരം തന്നതിന് തിരുവനന്തപുരത്തെ പാർട്ടിക്കാരോടും പ്രത്യേകിച്ച് സഖാവ് ഡെബിള റഹീമിനോടുമുള്ള നന്ദി ഈ വേദിയിൽ രേഖപ്പെടുത്തുന്നു. ലാൽ സലാം.